കുറച്ച് നാളായി അനിയത്തി പറയണം അവൾക്ക് വരാലോളത്തിൽ വന്ന് കുറച്ച് മീൻ പിടിക്കണമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഉണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പ്രാവശ്യം അവളെ ചേട്ടനും കൂടി ഉണ്ട്. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആശ എന്താ മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞത് അതിനെയും ചൂണ്ടെടുത്തു. അപ്പോഴാണ് ഇവള് പറഞ്ഞ അവൾക്കും മീൻ പിടിക്കണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ അരയൊക്കെ ഇട്ടത് ചൂണ്ടാനായിട്ട് ഇരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ പൊണ്ടനും ഉണ്ട്, പിന്നെ നിഖിലും ഉണ്ട്, പിന്നെ ബാസിയപ്പം ഉണ്ട് കേട്ടോ. ബാസിയപ്പം ഇവള് വരണണ്ടപ്പോൾ തന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഇതൊന്നും വേണ്ട, അവൾ തന്നെ പിടിക്കുന്നു പറഞ്ഞത് ചൂണ്ടയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തിനുള്ള അവൾക്ക് നല്ലൊരു മീൻ മിസ്സായിട്ടാ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തായാലും ഒന്ന് മീൻ പിടിച്ചിട്ട് പോകുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ അരിയിട്ട് കൊടുത്തപ്പോൾ അവൾക്ക് കുഴപ്പമില്ലാത്തൊരു പിലോപ്പി കിട്ടിയിട്ടുണ്ട്. ഇതിൽ അവൾക്ക് എന്തായാലും നല്ല സന്തോഷമായിട്ട് അവളെ മുഖം കണ്ടാൽ തന്നെ അറിയാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ ചൂണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പിലോപ്പി പിടിക്കണേ. ഇനി എന്തായാലും അടുത്ത ആഴ്ചയിൽ ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ കൂടെ മീൻ പിടിക്കാനായിട്ട്. ഉണ്ടനാണ് അവിടെ മീൻ കിട്ടാണ്ടിരിക്കുക, അപ്പോഴാണ് അവിടെ ചെറുതിനെ മീൻ കിട്ടണണ്ട. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് വീട്ടിൽ വന്നപ്പോട്ടോ നമ്മുടെ ചേട്ടൻ വന്നിട്ട് അവളെ ഫ്രോഗ് വാങ്ങണമെന്ന് പറഞ്ഞത് ഈ ഷോപ്പിലേക്ക് വേണമെന്നായി. ഇത് നമ്മുടെ മൂർക്കിനിക്കലുള്ള ഫിഷിംഗ് ഷോപ്പാണ്. വന്നപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കണത് ഈ ഒരു ഗണ്ണിൽ കുറച്ച് നാളായിട്ട് നമ്മൾ ഇവനെ കാണണം. ഇവൻ എന്തായാലും നമ്മൾ ഈ അടുത്ത് തന്നെ പൊക്കും. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം കേട്ടോ കുറേ നല്ല രീതിക്കുള്ള ഫ്രോഗുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും നമുക്ക് ഈ അടുത്ത് തന്നെ വാങ്ങണം. അങ്ങനെ നിൽക്കുമ്പോഴേട്ടാ ചേട്ടൻ പറഞ്ഞ ഫ്രോഗ് വാങ്ങാൻ എന്തായാലും ഒരു മൂഡ് പോയിടാ, ഇനി നമുക്ക് എന്തായാലുമൊക്കെ വേറെ വാങ്ങാമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കയ്യിലുള്ള ഡാർട്ട് വാങ്ങാന്ന് വെച്ചു. കരിമീൻ കുറേ നാളെ നമ്മൾ പിടിക്കണമെന്ന് വെച്ചിട്ട് നമ്മുടെ ചാനലിൽ കരിമീൻ പിടിക്കുന്ന വീഡിയോ കുറവാണ്. അപ്പം നമ്മൾ എന്തായാലും 350 രൂപയ്ക്ക് ഈ ഒരു ഡാർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചേട്ടൻ നമുക്കൊരു ടോർച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ടോർച്ചും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 350 രൂപ തന്നെയാട്ടാ. അതിന് ഇതൊക്കെ കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അടുത്ത തോട്ടിക്ക് എന്തായാലും പോകുന്നുണ്ട്. അവിടെ എന്തായാലുമൊക്കെ കാണാണ്ടിരിക്കില്ല. അടുത്ത തോട്ടിക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു വരാല് കൂട്ടനാണ്ട് അവൻ എന്തായാലും നമ്മൾ അടിക്കില്ല, അവൻ തീരെ ചെറുതാ. പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി. അപ്പോഴാണ് അനിയത്തി ടോർച്ച് എടുത്ത് നെറ്റിയിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു നിപ്പ് വേണ്ട. ഇവിടെ എന്തായാലും നൈറ്റ് ഫിഷിങ്ങിനെ കൊണ്ടുപോകാൻ പറയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ചാർജൊക്കെ ചെയ്ത് നമ്മൾ നേരെ കിടന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ.